നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി പൂർത്തിയായെങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായില്ല. ഒരു പക്ഷേ വീക്കിലി എക്സ്പയറോടനുബന്ധിച്ച ശക്തമായ റെസിസ്റ്റൻസ് തന്നെയായിരിക്കാം 24,000 എന്ന ലെവൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ ജസ്റ്റ് മറികടക്കുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാൻ സാധിക്കാതെ പോയതും. എങ്കിലും മെയ് മാസം 25-ാം തീയതിക്ക് ശേഷം ഇന്ന് നിഫ്റ്റിക്ക് ആദ്യമായിട്ട് 23,900 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ ഇന്ത്യ വിക്സിന് 110 ദിവസങ്ങൾക്ക് ശേഷം അഥവാ 3.5 മാസ കാലയളവിന് ശേഷം ഇതാദ്യമായിട്ട് 14 എന്ന ലെവലിന് താഴെയായിട്ട് 13.36 എന്ന ലെവലിൽ 7% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. എന്തെല്ലാം ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. എങ്കിലും ഇന്ന് നിഫ്റ്റിയിൽ വളരെ നാരോ റേഞ്ച്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും. ഏകദേശം 114 പോയിന്റുകളുടെ മാത്രം 23,888 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചപ്പോൾ 24,002 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും 135 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,989 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് 544 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് അതേസമയം 98 പോയിന്റുകളുടെ നേരിയ നേട്ടം മാത്രമേ കൈവരിക്കുവാനുമായുള്ളൂ. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 1,732 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും 1,275 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. HCL ടെക്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, NTPC, ബജാജ് ഫിൻസർവ്, HUL തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, HDFC ലൈഫ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഐഷ മോട്ടേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനും 0.5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. അവസാന 2 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ IPOയുടെ ഭാഗത്ത് നിന്നും ശക്തമായ പ്രകടനമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ കലണ്ടർ വർഷത്തിൽ ആദ്യം IPOസിന്റെ ഒരു നീണ്ട നിര തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലൈനപ്പ് ചെയ്തിരുന്നെങ്കിൽ കൂടിയിട്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് മാർക്കറ്റിലുണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ടും കുറേയേറെ IPOകൾ പിന്നോട്ട് പോയിരുന്നു. ആകെ ഈ വർഷം നിലവിൽ 6 മാസങ്ങൾ പൂർത്തിയാകാനിരിക്കെ 27,000 കോടി രൂപ മൂല്യം വരുന്ന 23 IPOs ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആകെ ലോഞ്ച് ചെയ്യപ്പെട്ടുള്ളൂ. എന്നാൽ 236 എണ്ണത്തോളം IPOകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസ് നടന്നുകൊണ്ടിരിക്കുന്നെന്നും അതിനായിട്ടുള്ള പൈപ്പ് ലൈൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആയതിനാൽ തന്നെ ഈ മാസത്തോടുകൂടി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണെങ്കിൽ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും IPO മേഖലയും ഉണർവ് പ്രാപിച്ചേക്കാം. പുതിയ റിപ്പോർട്ടുകൾ NSEയുടെ ഭാഗത്ത് നിന്നും ഇന്ന് വന്നു. അതായത് നിലവിലെ 21 ഇൻഡസ്ട്രീസുകളുടെ കൂടെ തന്നെ പുതിയതായിട്ട് 11 ഇൻഡസ്ട്രീസുകൾ NSE അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അതായത് നിഫ്റ്റി പവർ, നിഫ്റ്റി ക്യാപിറ്റൽ ഗുഡ്സ്, നിഫ്റ്റി ടെലികമ്മ്യൂണിക്കേഷൻസ്, നിഫ്റ്റി കൺസ്ട്രക്ഷൻ, നിഫ്റ്റി കൺസ്യൂമർ സർവീസസ്, കൊമേഴ്ഷ്യൽ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസസ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, NBFC, ഹൗസിംഗ് ഫൈനാൻസ്, നിഫ്റ്റി ഇൻഷുറൻസ് തുടങ്ങിയ 11 പുതിയ ഇൻഡസ്ട്രീസുകളായിരിക്കും NSE അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നതും. ഇതോടുകൂടി NSEയുടെ ഇൻഡസ്ട്രീസുകളുടെ എണ്ണം 34ലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി ഹോർമോസ് തുറക്കുമെന്നുള്ള പ്രതീക്ഷയെ തുടർന്ന് FACT, കൊറോമാൻഡൽ ഇന്റർനാഷണൽ തുടങ്ങിയുള്ള ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ ഇന്ന് 14% റാലി ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. പുതിയ റിപ്പോർട്ടുകൾ ഇന്ന് വന്നു. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ റീഓപ്പണിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഖത്തർ അവരുടെ LNG പ്രൊഡക്ഷൻ ത്വരിതപ്പെടുത്തുവാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് പെട്രോനെറ്റ് LNGയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 1.5% ഉയർച്ചയും അനുഭവപ്പെട്ടു. കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഏകദേശം 20% കറക്ഷൻ നേരിട്ടിരുന്നെങ്കിൽ ഇന്ന് ഉൾപ്പെടെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് സ്റ്റോക്കിൽ 5% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് ന്യൂസിൽ കണ്ടിരുന്നു ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 5% വരുന്ന സ്റ്റേക്ക് ഇന്നും നാളെയുമായിട്ട് ബ്ലോക്ക് ഡീൽ വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിറ്റഴിക്കുകയാണെന്ന്. ഈ വാർത്ത വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു.
കൂടാതെ ദേവയാനി ഇന്റർനാഷണലിന്റെയും സഫയർ ഫുഡ്സിന്റെയും മെർജറുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSEയുടെയും BSEയുടെയും ഭാഗത്ത് നിന്ന് ദേവയാനി ഇന്റർനാഷണലിന് നോ ഒബ്ജക്ഷൻ ലെറ്റർ ലഭിച്ചതിന്റെ ഫലമായിട്ട് സ്റ്റോക്കിൽ ഇന്ന് 9% ഉയർച്ചയും അനുഭവപ്പെടുകയും ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയുടെ ഭാഗത്ത് നിന്നും US ഇറാൻ പീസ് ഡീല് ജൂൺ 19 വെള്ളിയാഴ്ച നടക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ലെബനോനിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ മുകളിലുള്ള ആശങ്ക അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. എങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ US പീസ് ഡീൽ വെള്ളിയാഴ്ച നടക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് ആദ്യമായിട്ട് ഔദ്യോഗികമായി തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി തന്നെ ഇറാന്റെ ഭാഗം ഇന്ന് വിശദീകരിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ജപ്പാനിൽ നിന്നുമുള്ള ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. നിലവിലെ റെസ്റ്റേഷൻ പ്രശ്നങ്ങളെ തുടർന്ന് ജപ്പാനിലെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് 31 വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ ഏറ്റവും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് 0.75% നിന്നും 1% ഉയർത്തുകയും ചെയ്തത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തന്നെ തുടരുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വെള്ളിയാഴ്ചയോടുകൂടി ഇറാൻ US ഡീൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഞായറാഴ്ച മുതൽ ഔദ്യോഗികമായി തന്നെ വീണ്ടും ഹോർമുസ് കടലിടുക്ക് ഇറാൻ പരിപൂർണമായിട്ടും തുറന്നു നൽകുമെന്നുള്ള പ്രസ്താവന വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് വീണ്ടും എണ്ണയുടെ വിലയിൽ ശക്തമായ ഇടിവ് തന്നെയാണ് അനുഭവപ്പെട്ടതും. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സ് ചെയ്യുന്ന സമയത്ത് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% നേരിയ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ഇവയുടെ വിലയിൽ ഗണ്യമായ ഇടിവും രേഖപ്പെടുത്തി, ഏകദേശം 2.5%. കൂടാതെ ഇന്ന് ഗ്ലോബൽ ക്യൂസും ശക്തമായി തന്നെ ഫേമായിട്ട് തന്നെ നിലനിൽക്കുവാൻ സാധിച്ചതും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയൊരു തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് ബൈയിങ് ഇന്നലെ 200 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയതും മാത്രമല്ല US ഇറാൻ പീസ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസിലുള്ള ആശങ്കകൾ ദിനംപ്രതി കുറഞ്ഞു വന്നതും എണ്ണയുടെ വിലയിലുണ്ടായ ഇടിവിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 15 പൈസയുടെ നേട്ടത്തോടുകൂടി 94.56 എന്ന ലെവലിലേക്ക് കരുത്താർജിക്കുവാൻ സാധിച്ചതും ഇതിനെല്ലാം പുറമെ ഇന്ന് 7% ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വിക്സിന് അതിന് 3.5 മാസത്തിനു ശേഷം ഏറ്റവും താഴ്ന്ന നിലയായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് മാർക്കറ്റിന് വീണ്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഇടയാക്കിയതും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിൽ തുടരുവാൻ തന്നെ സഹായിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നേട്ടത്തിൽ തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 0.25% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഹോങ്കോങ്, തായ്ലൻഡ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടു കൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ബ്രന്റ് ക്രൂഡിന്റെ വില 81.08 $, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 78.62 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.25% ഉയർച്ചയോടുകൂടി 4345.61 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വേദാന്ത ജൂൺ 22 മുതൽ MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചികയിൽ നിന്ന് സ്റ്റോക്കിനെ നീക്കം ചെയ്യും. അദാനി പോർട്സ് ആഗോള ടെർമിനലുകളിൽ ഉടനീളം AI പരിവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി US കമ്പനിയായ കലേരീസിയുമായിട്ടുള്ള സാങ്കേതിക പങ്കാളിത്തം കമ്പനി കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. TCS വരുന്ന 3 വർഷത്തിനുള്ളിൽ മനുഷ്യ ജീവനക്കാരുടെ അത്രയും AI ഏജന്റുമാരും ഉണ്ടാകുമെന്ന് കമ്പനിയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖർ ഇന്ന് പ്രഖ്യാപിച്ചു. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് 1300 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ NTPCയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചു. അൾട്രാടെക് സിമെന്റ് കമ്പനിയുടെ Q1 ഏർണിംഗ്സുകൾ ജൂലൈ 20, 2026 റിലീസ് ചെയ്യും. HDFC ബാങ്ക് സെൻട്രൽ ബാങ്കിന്റെ സബ്സിഡിയുള്ള ഹെഡിംഗ് വിൻഡോ ഉപയോഗിച്ച് ഈ ആഴ്ച ഡോളർ ബോണ്ടുകൾ വഴി കുറഞ്ഞത് $500 മില്യൺ സമാഹരിക്കുന്നതിന് ബാങ്ക് പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ നിയന്ത്രണ തടസ്സങ്ങൾ നീക്കി ഡിക്സൺ ടെക്കും വിവോയും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറിന് സർക്കാർ അംഗീകാരം നൽകുവാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മാർസൺസ് 25 MVA പവർ ട്രാൻസ്ഫോമർ വിതരണം ചെയ്യുന്നതിനായി US ആസ്ഥാനമായിട്ടുള്ള സോളാർ എനർജി ഡെവലപ്പറിൽ നിന്ന് കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു. കിൽബേൺ എഞ്ചിനീയറിംഗ് 70 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു.
ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.